Hi everyone, welcome back to Wisdom Academy classes. So we are back with yet another session of quadrilateral structure. അപ്പോൾ quadrilateral structureലെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. അതായത് നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് സെഷൻ ആയിരിക്കും ഇത്. നെക്സ്റ്റ് നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വർക്കൗട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരലലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ സിമ്പിളാണ്. പക്ഷേ ഒരു ജോമെട്രി ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രൂഫും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും ആൾജിബ്ര മാതിരി അത്രയും സ്പീഡോ അല്ലെങ്കിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ ചിലവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ജോമെട്രി ചാപ്റ്റേഴ്സ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ബിക്കോസ് ആനുവൽ എക്സാംസിന് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്കൂളിലും ജോമെട്രി ചാപ്റ്റേഴ്സിന് കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കാറ്. ബിക്കോസ് ഇറ്റ് ഈസ് എ സെക്കൻഡ് ടെർമിനൽ പോർഷൻ ആയതുകൊണ്ട് തന്നെ ആനുവൽ എക്സാംസിന് ഓൾമോസ്റ്റ് സ്കൂളിൽ ജോമെട്രി ചാപ്റ്റേഴ്സിനായിരിക്കും കുറച്ചും കൂടെ വെയിറ്റേജ് കൊടുക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ജോമെട്രി ചാപ്റ്റേഴ്സാണ് കുറച്ച് ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം ടൈം എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ദിസ് ഈസ് ദ 5th ക്വസ്റ്റ്യൻ ഓഫ് എക്സസൈസ് 2. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇതെന്താ പറഞ്ഞിട്ടുള്ളത്? ABCD is a parallelogram. I have written the contents. അതൊക്കെ അതായത് ഗിവൺ എന്താണ്, പ്രൂവ് എന്താണ്, പ്രൂവ് ചെയ്യാനുള്ളത് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ ഫോർമാറ്റിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ആദ്യം ഫിഗർ വരയ്ക്കുക, ഗിവൺ കണ്ടീഷൻസ് എഴുതുക. ഇഫ് ദർ ഇസ് എനി കൺസ്ട്രക്ഷൻ യു ഹാവ് ടു മെൻഷൻ ഇറ്റ്. ഇവിടെ നമുക്ക് കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്ത കാരണം ഞാനത് എഴുതിയിട്ടില്ല. ആൻഡ് വാട്ട് യു ഹാവ് ടു പ്രൂവ്, എന്താണ് പ്രൂവ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതായത് ഇത്രയും പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. കൺസ്ട്രക്ഷനും കാര്യങ്ങളും മാത്രമാണ് നമുക്കൊരു നമ്മളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു സെക്ഷനിലുള്ളൂ. ഓക്കെ, എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? BD എന്ന് പറഞ്ഞിട്ടുള്ള ഡയഗണൽ ട്രൈസെക്റ്റ് ചെയ്യുന്നു. AFEC എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ലൈൻ കാരണം ഈ BD എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ ട്രൈസെക്റ്റ് ചെയ്യുന്നു. ട്രൈസെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ട്രൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഇതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതായത് AQയും QPയും BPയും എല്ലാം എന്തായിരിക്കണം? ഈക്വൽ ഇൻ മെഷർമെൻറ്റ്സ് ആയിരിക്കണം. അതാണ് ഈ ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈക്വൽ ഇൻ ലെങ്ത് ആയിട്ട് 3 പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ഈ ട്രൈസെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. So that is the question is asked you to prove DP equal to PQ equal to BQ. ഇതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ AEFC എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും പോർഷൻ ആദ്യം ഒരു പാരലലോഗ്രാം ആണ് എന്ന് പറയാൻ പോവാണ്. എന്നാലാണ് നമുക്ക് ഇവിടെ MPTയും കോൺവേഴ്സ് ഓഫ് MPT ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോർ ദാറ്റ് പേർപ്പസ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് AEFC is a parallelogram. ഓക്കെ, നമുക്കറിയാം, പ്രൂഫിലേക്ക് പോവാണ്. വി ഹാവ് ഗിവൺ ദാറ്റ് ABCD ഇസ് എ പാരലലോഗ്രാം. ABCD ഒരു പാരലലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് പാരലലോഗ്രാം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ദാറ്റ് മീൻസ് AB ഇസ് പാരലൽ ടു CD അല്ലേ? ബിക്കോസ് സിൻസ് ABCD ഇസ് എ പാരലലോഗ്രാം, ABCD ഒരു പാരലലോഗ്രാം ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? Opposite sides are parallel. Opposite sides എന്താണ്? Parallel ആണ്. Which means that AB is parallel to CD. Also we can write that AB is equal to CD because opposite sides of a parallelogram are equal also. Equal and parallel ആണ്. So we can write that AB equal to CD. നമുക്ക് AB ഫുൾ ലെങ്ത് ആവശ്യമില്ല, CD ഫുൾ ലെങ്ത് ആവശ്യമില്ല അല്ലേ? അപ്പം നമുക്ക് എന്താണ്? ഒരു ഹാഫ് ലെങ്ത് മാത്രമാണ് ആവശ്യം. സോ വി ആർ ഗോയിങ് ടു ടേക്ക് ഹാഫ് ഓൺ ബോത്ത് സൈഡ്സ്. നമ്മൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ഹാഫ് എടുക്കാൻ പോവാണ്. ഓക്കെ, സോ ടേക്കിംഗ് 1/2 ഓൺ ബോത്ത് സൈഡ്സ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ഇവിടെ മെൻഷൻ ചെയ്യണം. ദാറ്റ് മീൻസ് ഹാഫ് AB ഇസ് ഈക്വൽ ടു ഹാഫ് CD. നമ്മൾ യൂക്ലിഡ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഹാഫ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈക്വൽസ് എന്താ തന്നെയായിരിക്കും? റിസൾട്ട് തരുന്നതും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞ് യൂക്ലിഡ്സ് ആക്സിയം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
That means half AB equal to നമുക്ക് എന്താ എഴുതാം, AE is equal to CF എന്ന് എഴുതാം, because E and F are the midpoints of AB and CD എന്ന് തന്നിട്ടുണ്ട്. Eയും Fഉം മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടുള്ള സ്ഥിതിക്ക് we can write that half AB is equal to AE and half CD is equal to CF. നമ്മളിവിടെ DFഉം BEയും എടുക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ our intention is to prove that AE CF is a parallelogram. അപ്പോൾ അത് കിട്ടുന്ന രീതിയിലത്തെ സൈഡുകൾ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. നെക്സ്റ്റ് AB parallel to, so this is our equation 1. AB parallel to CD ആണ് അല്ലേ. സോ AB parallel to CD ആണെങ്കിൽ ഇത്രയും ഹോൾ ലെങ്ത് പാരലൽ ആണെങ്കിൽ എന്തായാലും ഈ ഒരു ചെറിയ പോർഷൻ ഇതിനോട് പാരലൽ ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് AB parallel to CD implies AE parallel to CF. Okay, this is equation 2. ഒരു ഫുൾ ലെങ്ത് ലൈൻസ് പാരലൽ ആണെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു ചെറിയ പോർഷൻ എന്തായിരിക്കും പാരലൽ ആയിരിക്കും. സോ അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സോ ഫ്രം ഇക്വേഷൻ 1 and 2, ഇക്വേഷൻ 1 and 2 നിന്ന് നിങ്ങൾക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആയി ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആയി, വിച്ച് മീൻസ് ദാറ്റ് ഇംപ്ലൈസ് AE CF is a parallelogram because opposite sides എന്തായി, opposite sides are equal and parallel. Opposite sides are equal and parallel. So this means that AE CF is a parallelogram. Okay, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി നമുക്ക് മിഡ് പോയിന്റ് തിയറോ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറോ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. സോ ഫോർ ദാറ്റ് നമുക്ക് ആദ്യം DPPQ ഉള്ള ട്രയാങ്കിൾ എടുക്കാം. ദാറ്റ് ഈസ് triangle DCQ. Okay, in triangle DCQ നിങ്ങൾ മെൻഷൻ ചെയ്യണം കേട്ടോ, നിങ്ങൾ ഏത് ട്രയാങ്കിൾ ആണ് എടുക്കുന്നതെന്ന് അതൊക്കെ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യണം. DCQ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദാറ്റ് F is the midpoint of CD അല്ലേ. F is the midpoint of CD which is given in the question. Questionൽ തന്നിട്ടുണ്ട് F is the midpoint of CD. Also we have got that AECF is a parallelogram. AECF is a parallelogram means EC will be parallel to AF അല്ലേ. EC will be parallel to AF since എന്താണ് AECF ഒരു പാരലലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണ്. സോ ദിസ് സൈഡ് വിൽ ബി പാരലൽ ആൻഡ് ഓൾസോ ദിസ് സൈഡ് വിൽ ബി പാരലൽ. അപ്പോൾ നമുക്ക് EC പാരലൽ ടു എന്താണെന്ന് എഴുതാൻ പറ്റും, AF ആണെന്ന് എഴുതാൻ പറ്റും. ഓർ വി ക്യാൻ റൈറ്റ് ദാറ്റ് EC parallel to AF ആണെങ്കിൽ you can write that CQ parallel to PF because ആ ഒരു ചെറിയ പോർഷൻ നമുക്ക് എന്താ എഴുതാനായിട്ട് പറ്റും, പാരലൽ ആണെന്ന് എഴുതാൻ പറ്റും. ഈ ഫുൾ ലെങ്ത് പാരലൽ ആണെങ്കിൽ എന്തായാലും ഈ ഒരു ചെറിയ പോർഷൻ ഇതിനോട് പാരലൽ ആയിരിക്കില്ലേ, വിച്ച് ഇംപ്ലൈസ് P is the midpoint of DQ. അത് എന്തുകൊണ്ടാണ് നമ്മളുടെ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം പറയുന്നത് അതാണ് അല്ലേ. കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം പറയുന്നത് എന്താണ്, പാരലൽ ലൈനും മറ്റേ ഒരു പോയിന്റ് മിഡ് പോയിന്റും ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അടുത്ത സൈഡ് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്തായിരിക്കണം, എക്സാക്ട് മിഡ് പോയിന്റിൽ വന്ന് കൂട്ടിമുട്ടാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ദ കോൺവേഴ്സ് ഓഫ് MPT. അപ്പോൾ നമുക്ക് എന്തെഴുതാനായിട്ട് പറ്റും, വിച്ച് ഇംപ്ലൈസ് P is the മിഡ് പോയിന്റ് ഓഫ് DQ എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കോൺവേഴ്സ് ഓഫ് MPT ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം എന്ന് നിങ്ങൾ വെറുതെ എഴുതിയാൽ പോരെ, യു ഹാവ് ടു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതണം. സോ P is the midpoint of DQ means DP is equal to PQ. So this is our equation A. ഇത് നമ്മളുടെ equation A ആയി. സോ DP equal to PQ കിട്ടി. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ്, BQ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനും കൂടെ വേണം അല്ലേ. അപ്പോൾ DP PQ കിട്ടി. നെക്സ്റ്റ് യു ഹാവ് ടു ഗെറ്റ് ദ പോർഷൻ BQ. ഫോർ ദാറ്റ് വി ആർ കൺസിഡറിങ് ദ ട്രയാങ്കിൾ ABP. ABP എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇൻ ട്രയാങ്കിൾ ABP ഇതേമാതിരി തന്നെ നിങ്ങൾ പ്രൂവ് ചെയ്ത് നോക്കി നോക്കുക. E is the midpoint of AB which is given, തന്നിട്ടുള്ള കാര്യമാണ്. Also we know that EC is parallel to EF. EC is parallel to AF because AECF is a parallelogram. Since AECF is a parallelogram, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ surely EQ will be parallel to AP അല്ലേ, which implies EQ will be parallel to AP. ഫുൾ ലെങ്ത് പാരലൽ ആണെങ്കിൽ എന്തായാലും ഈ ഒരു ചെറിയ പോർഷൻ എന്തായാലും
ഈ ഒരു ലൈനിനോട് പാരലൽ ആയിരിക്കണം. സോ വിച്ച് ഇംപ്ലൈസ് ക്യൂ ഇസ് ദ മിഡ് പോയിന്റ്. അതായത് ഇയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ക്യൂ എന്തായേ പറ്റുള്ളൂ, എക്സാക്ട് മിഡ് പോയിന്റ് ആയാലേ പറ്റുള്ളൂ. അത് നമ്മളുടെ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം പറയുന്നതാണ്. പാരലൽ ആണ് ഒരു പോയിന്റ് മിഡ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മിഡ് പോയിന്റ് മറ്റേ സൈഡിലേക്ക് ജോയിൻ ചെയ്യുന്ന പോയിന്റും എന്തായാലും മറ്റേ സൈഡിന് എന്തായേ പറ്റുള്ളൂ, മിഡ് പോയിന്റ് ആയേ പറ്റുള്ളൂ. വിച്ച് മീൻസ് that is Q is the midpoint of BP by converse of midpoint theorem. ഓക്കെ, അപ്പോൾ കോൺവേഴ്സും മിഡ് പോയിന്റ് തിയറം ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് ബി ക്യു ഇസ് ഈക്വൽ ടു നമുക്ക് ഇനി എന്താന്ന് കിട്ടി, പി ക്യു ആണ് കിട്ടിയ അല്ലേ. ബി പിയുടെ കൃത്യം ഹാഫ് ആണ് ക്യൂ. ദാറ്റ് മീൻസ് ബി ക്യു ഇസ് ഈക്വൽ ടു പി ക്യു. സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ ബി. ഇനി നിങ്ങൾ നോക്കിയേ ഡി പി ഇസ് ഈക്വൽ ടു പി ക്യു, ആൾസോ പി ക്യു ഇസ് ഈക്വൽ ടു ബി ക്യു, വിച്ച് മീൻസ് ദാറ്റ് ഡി പി ആൻഡ് ബി ക്യു ആർ ഈക്വൽ അല്ലേ. ഇവിടെ ഇക്വേഷൻ എയിലും ഇക്വേഷൻ ബിയിലും ആർ എച്ച് എസ് എന്താണ്, പി ക്യു ആണ്, വിച്ച് മീൻസ് ദാറ്റ് എൽ എച്ച് എസ് ആർ ഈക്വൽ. So from equation A and B, we can write that BQ is equal to DP and these two are equal to PQ. ഇത് എന്തിനോടും ഈക്വൽ ആണ്, PQ നോട് ഈക്വൽ ആണ്. നോക്കി നോക്കാം, DP, PQ, BQ ഇത് മൂന്നും ഈക്വൽ ആണെന്നല്ലേ കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് BD is trisector. ഇതാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ ലെങ്ത് എന്ത് ചെയ്യുന്നു, ട്രൈസെക്റ്റ് ആയി പോകുന്നു. അതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്, പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി തന്നെ പഠിക്കും. സോ ദിസ് ഇസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് 7th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് 7ാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫിഗർ വരയ്ക്കാനായിട്ട് എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അറ്റ് സി. ഓക്കെ, അപ്പോൾ നമ്മൾ എ ബി സി ഒരു റൈറ്റ് ആംഗിൾ ഇൻ ദ സെൻസ് 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ അറ്റ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 90 ഡിഗ്രി നമ്മൾ സി ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. സോ ദാറ്റ് എ ബി ഇസ് ദ ഹൈപ്പോട്ടന്യൂസ് ആൻഡ് സി ഇസ് ദ റൈറ്റ് ആംഗിൾ, ദാറ്റ് സി ഇസ് 90 ഡിഗ്രി. A line through the midpoint M of hypotenuse AB. അതായത് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് എം. ആ എമ്മിൽ നിന്ന് എ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. ലൈൻ ഇസ് പാരലൽ ടു ബി സി. ഓക്കെ, സോ ത്രൂ പോയിന്റ് എം, ദാറ്റ് ഇസ് മിഡ് പോയിന്റ് എം ഓഫ് ഹൈപ്പോട്ടന്യൂസ് എ ബി, എ ലൈൻ പാരലൽ ടു ബി സി ഇന്റർസെക്ട്സ് എ സി അറ്റ് ഡി. എ സിനെ എവിടെ പോയി ഇന്റർസെക്ട് ചെയ്യുന്നു, ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന്. അതായത് എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുക. എമ്മിൽ നിന്ന് എ സിയിലേക്ക് ഡി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ട്. സോ ദാറ്റ് എം ഡി ഇസ് പാരലൽ ടു ബി സി. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് ഡി എം ഇസ് പാരലൽ ടു ബി സി. ആൾസോ ആംഗിൾ സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. Next you have to prove that D is the midpoint of AC. That is M is the midpoint of AB എന്ന് തന്നിട്ടുണ്ട്. Next you have to prove that D is the midpoint of AC. Okay, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. So construction is that construction നമ്മൾ ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്, യു ഹാവ് ടു ജോയിൻ എം ആൻഡ് സി. എമ്മും സിയും നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ജോയിൻ എം സി. ഓക്കെ, എം സി വേണമെങ്കിൽ നിങ്ങൾ കൺസ്ട്രക്ഷൻ ആയ കാരണം വേണമെങ്കിൽ ഡോട്ടഡ് ലൈൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പ്രൂഫിലേക്ക് പോവാണ്. ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ഡി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. അത് പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, ബിക്കോസ് എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് തന്നിട്ടുണ്ട്, എം ഡി ഇസ് പാരലൽ ടു ബി സി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ എമ്മിൽ നിന്ന് വരയ്ക്കുന്ന ഈ ലൈൻ എന്തായാലും ഈ ഒരു ലൈനിനെ ഇന്റർസെക്ട് ചെയ്യുന്നത് അതിന്റെ മിഡ് പോയിന്റിലായേ പറ്റുള്ളൂ. ദിസ് ഇസ് ദ കോൺവേഴ്സ് ഓഫ് MPT. കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം പറയുന്നത് തന്നെ അതാണ്. ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് വരയ്ക്കുകയാണ്, ആൻഡ് ദിസ് ലൈൻ ഇസ് പാരലൽ ടു ദ അതർ സൈഡ്. ദിസ് ലൈൻ ഷുവർലി ഇന്റർസെക്ട്സ് ദ അതർ സൈഡ് അറ്റ് ഇറ്റ്സ് മിഡ് പോയിന്റ്. അത് ആ മിഡ് പോയിന്റിൽ പോയി ഇന്റർസെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഇസ് സ്റ്റേറ്റഡ് ബൈ ദ കോൺവേഴ്സ് ഓഫ് MPT. സോ M is the midpoint of AB given,
Also MD is parallel to BC, which is also given, which implies D is the midpoint of AC by converse of MPT. Converse പറയുന്നത് ഈ ഒരു കേസാണ്. ഓക്കെ, അപ്പോൾ കോൺവേഴ്സ് ഓഫ് എം പി ടി എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതേമാതിരി തന്നെ കോൺവേഴ്സ് ഓഫ് എം പി ടി എന്നല്ല നിങ്ങൾ എഴുതേണ്ട, ആ ഒരു സ്റ്റേറ്റ്മെന്റ് മൊത്തമായിട്ട് എഴുതണം കേട്ടോ. സോ ഫസ്റ്റ് സബ് ഡിവിഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സബ് ഡിവിഷൻ ആണ്, which is MD is perpendicular to AC. അതായത് MD perpendicular to AC എന്നുണ്ടെങ്കിൽ you have to prove that angle D എന്താണെന്ന് പ്രൂവ് ചെയ്യണം, 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ആംഗിൾ D നിങ്ങൾക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യണം, 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, ബിക്കോസ് MD യും BC യും എന്താണ്, പാരലൽ ആണ് അല്ലേ. MD പാരലൽ ടു BC ഗിവൺ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആംഗിൾ ഡിയുടെ പൊസിഷനും ആംഗിൾ സിയുടെ പൊസിഷനും എന്താണ്, ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെ. ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബിക്കോസ് ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആയതുകൊണ്ട് തന്നെ രണ്ടും എന്തായിരിക്കും, ഈക്വൽ ഇൻ മെഷർമെന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡി നമുക്ക് എന്താണ് കിട്ടി, 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ദാറ്റ് ഈസ് എം ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ സി എന്നും കിട്ടി. ഇങ്ങനെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ പെർപെൻഡിക്കുലർ എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. പെർപെൻഡിക്കുലർ എന്നാണ് അതിനെ വിളിക്കുക. നെക്സ്റ്റ് എന്താണ്, നമുക്ക് തേർഡ് സബ് ഡിവിഷൻ ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മോഡൽ എക്സാമോ പീരിയോഡിക് എക്സാമോ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ നെക്സ്റ്റ് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് CM is equal to MA is equal to half BC എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഹാഫ് BC എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോറി, ഹാഫ് AB എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. ഹാഫ് AB. ഇവിടെ MA ഈക്വൽ ടു MB ഈക്വൽ ടു ഹാഫ് AB ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയൊന്നും പ്രൂവ് ചെയ്യാനില്ല, ബിക്കോസ് M is the മിഡ് പോയിന്റ് ഓഫ് AB എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യണം, ബിക്കോസ് CM ഈക്വൽ ആണെന്നും കൂടെ പ്രൂവ് ചെയ്യണം. സോ ഫോർ ദാറ്റ് വി ആർ ടേക്കിംഗ് ദീസ് ടു ട്രയാങ്കിൾസ്. ഈ ഒരു ട്രയാങ്കിളും നമ്മൾ എടുക്കാൻ പോകണം. അതായത് CM എന്തായിട്ട് വരുന്നത്, സൈഡായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. സോ കൺസിഡർ, തേർഡ് സബ് ഡിവിഷൻ ആണ്, കൺസിഡർ ട്രയാങ്കിൾ ADM ആൻഡ് ട്രയാങ്കിൾ CDM. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റുക? AM is equal to AM, സോറി, DM is equal to DM എന്ന് എഴുതാം. കോമൺ ആയിട്ടുള്ള സൈഡാണ്. നെക്സ്റ്റ് എന്താണ് നമുക്ക് എഴുതാനായിട്ട് പറ്റുക? ആംഗിൾ D is equal to ആംഗിൾ D, കോമൺ ആംഗിൾ ആണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ് എഴുതാനായിട്ട് പറ്റുക? AD is equal to CD എന്ന് എഴുതാനായിട്ട് പറ്റും, ബിക്കോസ് D is the മിഡ് പോയിന്റ് ഓഫ് AC എന്നുള്ളത് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രൂവ്ഡ് എബവ് AD ഈക്വൽ ടു CD എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് D is the മിഡ് പോയിന്റ് ഓഫ് AC എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് AD ഈക്വൽ ടു CD എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ വി ക്യാൻ റൈറ്റ് DM ആൻഡ് ആംഗിൾ D ഇത്. ഇപ്പം എന്താണ്, SAS കോൺഗ്രുവൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും? Therefore these two triangles are congruent എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും ബൈ SAS കോൺഗ്രുവൻസ്. കോൺഗ്രുവൻസ് എഴുതുമ്പോൾ തെറ്റിക്കരുത്, ASA എന്ന് അങ്ങനെയൊന്നും വാരി വലിച്ച് എഴുതരുത്. SAS ആണോ കൃത്യമാക്കി മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനായിട്ട്. So these two triangles are congruent by SAS congruence, or you can write that. എന്താ ഇവിടെ നിന്ന് നമുക്ക് CPCT ആയിട്ട് എഴുതാൻ പറ്റുക? AM is equal to CM എന്നുള്ളത് CPCT കണ്ടീഷനായിട്ട് എഴുതാനായിട്ട് പറ്റും അല്ലേ. സോ ദിസ് ഈസ് അവർ CPCT കണ്ടീഷൻ. ഇക്വേഷൻ A ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ആൾസോ AM is equal to BM is equal to, നിങ്ങൾക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? AM is equal to BM is equal to half AB എന്ന് എഴുതാം, ബിക്കോസ് M is the മിഡ് പോയിന്റ് ഓഫ് AB. M എന്താണ്? ABയുടെ മിഡ് പോയിന്റ് ആണ്. M ABയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ AM ഉം BM ഉം എന്തായിരിക്കും? ഹാഫ് ഓഫ് AB ആയിരിക്കും. ദിസ് ഈസ് അവർ ഇക്വേഷൻ B. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദാറ്റ് AM is equal to, AM എന്തുവാണ്? AM is equal to CM ആണ് അല്ലേ.
ദാറ്റ് ഈസ് AM is equal to AMനെ നമുക്ക് എന്തായിട്ട് AM is equal to BM equal to half ABക്ക് പകരം നമുക്ക് എന്തെഴുതാം AM is equal to CM is equal to half AB എന്നും എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് AM is equal to CM is equal to half AB എന്ന് എഴുതാനായിട്ട് പറ്റും. AM is equal to CM is equal to, because AM and CM are equal, that is AM is equal to CM is equal to half AB എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ വി ഗോട്ട് ദാറ്റ് AM is equal to CM is equal to half AB ഫ്രം ഇക്വേഷൻ A. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ അഡീഷണൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതേമാതിരി തന്നെ ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മളുടെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അഡ്മിഷൻസ് ഓൺ ഗോയിങ് ആണ്. നെക്സ്റ്റ് ഇയറിലേക്കുള്ള അഡ്മിഷൻസ് ഓൺ ഗോയിങ് ആണ്. 9th 10th CBSE സ്റ്റുഡൻസിനാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. സബ്ജക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് മാത്സ്, സയൻസ്, അതേമാതിരി തന്നെ ഹിന്ദിയാണ്. ഓക്കെ, ശരി, താങ്ക് യു.